മഴയത്ത് ഡ്രൈവ് ചെയ്യാൻ അടിപൊളിയാണല്ലേ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വെറുതെ ഒരു ഡ്രൈവിന് ഇറങ്ങിയതാണ് കേട്ടോ. കാര്യമൊക്കെ ഉണ്ട്. നമ്മൾ ആൻറ്റിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത്, പപ്പയുടെ പെങ്ങളുടെ വീട്ടിലോട്ട്. ഇതെൻ്റെ കസിനാണ്, എൻ്റെ പപ്പയുടെ അനിയൻ്റെ മോളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ ഇറങ്ങി. ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ റംബൂട്ടാനും മാങ്ങയൊക്കെ വിൽക്കണുണ്ടായിരുന്നു. കണ്ടപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തോന്നിയോണ്ട് അതൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ എത്തി. ദിയയുടെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ആൻറ്റി വെക്കുന്ന താറാവ് കറി. അപ്പം ഞങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെ താറാവിനെയൊക്കെ വാങ്ങിച്ച് കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ താറാവ് കറിയുടെ മണം കിട്ടിയതും ദിയ നേരെ അടുക്കളയിൽ പോയി കറിയൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നോക്കുമ്പോഴാണ് ഇതാ ഇവിടെ റംബൂട്ടാൻ ഉണ്ടായി കിടക്കുന്നത്. ചേട്ടാ വാങ്ങിക്കണ്ടായിരുന്നു എന്ന് ആദ്യം തോന്നിയെങ്കിലും ഇത് ഭയങ്കര പുളിയൻ റംബൂട്ടാനാണ് കേട്ടോ. അപ്പം നമ്മൾ വാങ്ങിച്ചത് നല്ല മധുരമുള്ളതായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചക്കേലത്തെ വിശാലമായിട്ടുള്ള ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായ നമുക്ക് കടമക്കുടിയിൽ പോയി കുടിക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കസിൻസ് കൂടിയിട്ട് നേരെ പോയത് കടമക്കുടിയിലോട്ടാണ്. നല്ല മഴയുള്ള അന്തരീക്ഷത്തില് കാറിൽ നല്ല പാട്ടൊക്കെ വെച്ച് അങ്ങനെ പോകാൻ ഒരു പ്രത്യേക രസമാണല്ലേ. പോകുന്ന വഴിക്ക് ഇതാ ഈ രണ്ട് കുട്ടിപ്പട്ടാളങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അവരുടെ വീഡിയോ എടുക്കാന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവരെന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു കേട്ടോ. ഡിഞ്ചു ഡേവിസ് 2.5 ലക്ഷം കിട്ടി. അങ്ങനെ ചാനലിന്റെ പേരൊക്കെ ചോദിച്ച് അവന്മാരൊരു പോക്ക് പോയി. പിന്നെ അവന്മാരെ കണ്ടുമുട്ടിയപ്പോൾ അവര് പറഞ്ഞു, ചേച്ചി ഈ വീഡിയോ എപ്പോഴും അപ്ലോഡ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ കടമക്കുടിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ വെള്ളവും പ്രകൃതിയും വഞ്ചിയും ഇതൊക്കെ തന്നെയാണ്. ചായ കുടിക്കാൻ വന്ന് ഞങ്ങൾ എന്താണ് ഐസ്ക്രീം കഴിക്കണമെന്ന് വിചാരിക്കണ്ടാവും. എന്തായാലും ഒരു 1-2 മണിക്കൂർ അവിടെ തന്നെ കറങ്ങി നിൽക്കുന്നുണ്ടാവും. ആദ്യം ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് പോവാൻ നേരമാകുമ്പോൾ ചായ കുടിച്ചങ്ങ് പോവാന്ന് വിചാരിച്ച് അങ്ങനെ കണ്ടതൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു സ്ട്രോങ് ചായയും അവർ രണ്ടുപേരും ബൂസ്റ്റാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബൂസ്റ്റിന് കുറച്ച് അധികം മധുരം കൂടുതലായതുകൊണ്ട് അവർക്ക് അത്ര കണ്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എൻ്റെ ചായ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചായയുടെ കൂടെ എപ്പോഴത്തെയും കോമ്പിനേഷൻ ആണല്ലോ പഴംപൊരി. അപ്പം നല്ല ചൂട് പഴംപൊരി അപ്പം അതാ അങ്ങോട്ട് ഉണ്ടാക്കിയതേ ഉള്ളൂ. അങ്ങനെ ഒരു ചായയൊക്കെ കുടിച്ച് കുറേ നേരം അങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. അവനാണെങ്കിൽ സൗദിയിൽ നിന്ന് വന്നതാണ്, ഇവളാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നും. അപ്പം ഇടയ്ക്കിടയ്ക്ക് കാണുന്നവരാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ കുറേ വർത്താനം പറയാനുണ്ടായിരുന്നു. ഇവിടെ വെച്ചിട്ട് നമ്മുടെ 2-3 സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ട് വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറയണത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി. പിന്നെ അവൻ ഗൾഫിൽ നിന്ന് വന്നുകൊണ്ട് 2-3 മിഠായൊക്കെ കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയിട്ടോ.